സർവേഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ ഒരു പുതിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ ഏതാനും ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു അവരുടെ പേരക്കുട്ടികൾക്കും അവർക്കും അതുപോലെ കുറച്ച് സംസ്കൃതത്തിന്റെ ഫണ്ടമെന്റൽസ് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ ഉപകാരമായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു ചാനൽ ആരംഭിക്കാമെന്ന്. അങ്ങനെയാണിത് ആരംഭിച്ചത്. നമുക്കറിയാം സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞാൽ ദേവഭാഷയായിരുന്നു. അങ്ങനെയാണ് നാം കണക്കാക്കിയിരുന്നത്. പണ്ട് കൊട്ടാരത്തിലേക്ക് സംസാരിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു ഭാഷയാണ്. അതുപോലെ പുരാണ ഗ്രന്ഥങ്ങൾ, നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതെല്ലാം സംസ്കൃത ഭാഷയിലാണ്. അപ്പോൾ അതൊന്ന് വായിക്കാനോ അതിന്റെ അർത്ഥം കുറച്ചെങ്കിലും മനസ്സിലാക്കാനോ ഒക്കെ ഇതുകൊണ്ട് കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് തുടങ്ങാം. അതായത് ഹിന്ദി ആൽഫബറ്റ്സ് അത് വർണ്ണമാല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് സംസ്കൃതത്തിലും വരുന്നത്. അതുകൊണ്ട് ഞാൻ വർണ്ണമാലയിലേക്ക് കടക്കുന്നില്ല, ആ ആൽഫബറ്റ്സിലേക്ക് കടക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്കറിയാം എല്ലാ ഭാഷകളിലും ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഉണ്ട്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അതുപോലെ എല്ലാ ഭാഷകളിലും പുല്ലിംഗം, സ്ത്രീലിംഗം ഉണ്ട്. ഈ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നും നമ്മുടെ സംസ്കൃതത്തിലുണ്ട്. പുല്ലിംഗമെന്നും സ്ത്രീലിംഗമെന്നും നപുംസകലിംഗം. അതുപോലെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. മറ്റുള്ള ഭാഷകളിൽ ഏകവചനവും ബഹുവചനവും മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ഇംഗ്ലീഷിൽ മാൻ, MAN, മാൻ എന്ന് പറയുമ്പോൾ ഒരാളെന്നുള്ളത്. അതിൽ രണ്ടായാലും രണ്ടിൽ കൂടുതലായാലും മെൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ സംസ്കൃത ഭാഷയിൽ അതല്ല. ഒരു ഏകവചനം പറഞ്ഞാൽ അത് ദ്വിവചനം, രണ്ടുപേർക്ക് പ്രത്യേക ഒരു വാക്കാണ്. പിന്നെ ബഹുവചനം വേറെ. ഉദാഹരണമായിട്ട് ഗജഹ എന്ന് പറഞ്ഞാൽ എലിഫന്റ്, ആന, ആന. ഗജഹ ദ്വിവചനം വരുമ്പോ ഗജൗ, ബഹുവചനം വരുമ്പോ ഗജാഹ. പിന്നെ ബാലകഹ. അപ്പൊ ഈ വാക്ക് ബാലകഹ അല്ലെങ്കിൽ ഗജഹ എന്നുള്ളത് എൻഡിങ് ഇൻ ആയിൽ അവസാനിക്കുകയാണ്. അതുകൊണ്ട് അകാരാന്തഹ എന്ന് പറയും. അകാരാന്ത ശബ്ദങ്ങളാണ്. അകാരാന്ത പുല്ലിംഗ ശബ്ദ. ആ അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾ ഞാൻ പറഞ്ഞേരെ. ഏകവചനം, ദ്വിവചനം, ബഹുവചനത്തിലെ പുല്ലിംഗ ശബ്ദങ്ങൾ നോക്കിക്കോളൂ. ബാലകഹ, ബോയ്. ബാലകൗ, 2 ബോയ്സ്. ബാലകാഹ, ബോയ്സ്. പിന്നെ ഗജഹ, എലിഫന്റ്. ഗജൗ, 2 elephants. ഗജാഹ, എലിഫന്റ്സ്. അജഹ, ഗോട്ട്. അജൗ, അജാഹ. മയൂരഹ, പീകോക്ക്. മയൂരൗ, മയൂരാഹ. നരഹ, നരൗ, നരാഹ. ഇതെല്ലാം അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ്. പിന്നെ നമുക്കതിന് സ്ത്രീലിംഗമുണ്ട്. പിന്നെ നമുക്കറിയാം മലയാള ഭാഷയിൽ വിഭക്തികളുണ്ട്. 7 വിഭക്തികളുണ്ട്. ഈ 7 വിഭക്തിയൊക്കെ പ്രത്യേകം അത് അർത്ഥമുണ്ട്. അത് എന്തിനാണ് ഈ വിഭക്തി പ്രയോഗിക്കുന്നത്? നാമങ്ങൾക്ക് മറ്റു നാമങ്ങളോടോ ക്രിയയോടോ ഉള്ള ബന്ധം കാണിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വിഭക്തി. അതെന്താണ്? ഉദാഹരണമായിട്ട് ഇപ്പൊ രാമൻ കുട എന്ന 2 വാക്കുകളുണ്ട്. അപ്പൊ രാമൻ കുട എന്ന് പറയുമ്പോൾ ആർക്ക് മനസ്സിലായി? എന്താ 2 വാക്കുകൾ, പക്ഷെ അത് തമ്മിൽ യോജിപ്പിക്കുന്നത് എങ്ങനെയാണ്? രാമന്റെ കുട. അപ്പൊ രാമന്റെ ഇന്റെ എന്നൊരു വാക്ക്, ഒരു പ്രത്യയം അവിടെ വന്നു. ഈ പ്രത്യയമാണ് ഈ വിഭക്തി പ്രത്യയത്തിൽ 1. അങ്ങനെ 7 വിഭക്തികളുണ്ട് മലയാളത്തിൽ. അതുപോലെ തന്നെയാണ് സംസ്കൃതത്തിലും 7 വിഭക്തികളുണ്ട്. അതാണ് ആദ്യത്തെ വിഭക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏകവചനം, ദ്വിവചനം, ബഹുവചനത്തിൽ വന്ന ബാലകഹ, ബാലകൗ, ബാലകാഹ എന്ന് പറഞ്ഞത് പ്രഥമാ വിഭക്തിയാണ്. മലയാളത്തിൽ വേറെ പറയുന്നത് പ്രഥമാ വിഭക്തിയിലാണ് ബാലകഹ, ബാലകൗ, ബാലകാഹ. ബാക്കിയുള്ള വിഭക്തികൾ നമുക്ക് പിന്നെ കാലക്രമേണ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി അടുത്തത് സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. സ്ത്രീലിംഗ ശബ്ദങ്ങൾ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. അത് ഞാൻ കാണിച്ചു തരാം. ബാലിക, ബാലിക, ബാലികേ, ബാലികാഹ. ഇത് ആയിൽ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് ബാലിക ഏകവചനം, ബാലികേ ദ്വിവചനം, ബാലികാഹ ബഹുവചനം. അതുപോലെ ലത, ലത്തേ, ലതാഹ. മഹിള, മഹിളേ, മഹിളാഹ. ജഡ, ജഡേ, ജഡാഹ. ഇപ്പൊ ഏകവചനം വന്നു, ദ്വിവചനം വന്നു, ബഹുവചനം വന്നു. ഈ വേർഡ് എൻഡിങ് ഇൻ അത് സ്ത്രീലിംഗവുമാണ്. പുല്ലിംഗം കഴിഞ്ഞു, സ്ത്രീലിംഗം കഴിഞ്ഞു. ഇനിയുള്ളത് കുറെ വാക്കുകൾ ഞാൻ തരുന്നുണ്ട്. ആ വാക്കുകൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അത് ഏതൊക്കെയാണ്, സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ എഴുതുക. കാണിക്കുകയാണ്.
ഫലം. ഇത് ഫലമാണ്. ഇത് നപുംസകലിംഗമല്ലേ? ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്. അപ്പം ഫലം, ഫലേ, ഫലാനി തന്നെ എഴുതണം. കാക്കഹ അത് അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. കാക്കഹ കാക്കവു കാക്കാഹ. സൂര്യ സൂര്യൻ. സൂര്യ സൂര്യൗ സൂര്യാഹ അകാരാന്ത പുല്ലിംഗമാണ്. സിംഹ അതും അകാരാന്ത പുല്ലിംഗമാണ്. സിംഹ സിംഹൗ സിംഹാഹ. പിക്കഹ 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 പിക്കൗ പിക്കാഹ അതും പുല്ലിംഗമാണ്. ദേവഹ ദേവഹ ദേവൗ ദേവാഹ. ഹസ്തഹ ഹസ്തഹ ഹസ്തൗ ഹസ്താഹ. അജഹ അജ സ്ത്രീലിംഗമാണ്. അജാ അജേ അജാഹ. ഫലം നംസലിംഗം. ഫലം ഫലേ ഫലാനി. ധനം ധനം ധനേ ധനാനി നംസലിംഗം. ഛാത്ര സ്ത്രീലിംഗം. ഛാത്ര ഛാത്രേ ഛാത്രാഹ. നായിക നായിക നായികേ നായികാഹ അത് സ്ത്രീലിംഗം. നാസിക അതും സ്ത്രീലിംഗം. നാസിക നാസികേ നാസികാഹ. ഛാത്ര ഛാത്രഹ അത് പുല്ലിംഗമാണ്. ഛാത്ര ഛാത്രൗ ഛാത്രാഹ. മുഖം അത് നംസലിംഗം. മുഖം മുഖേ മുഖാനി. ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഇതുപോലെ മറ്റു വാക്കുകൾ കണ്ടുപിടിച്ച് തന്നെ എഴുതാവുന്നതാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇനി ഒരു കാര്യം, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത ഇതിൽ കാണുന്നത് വരെ ബൈ.